അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഠിച്ചത് മറക്കാണ്, പിന്നെ എക്സാമിനൊക്കെ 10 ദിവസം മുമ്പൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എക്സാം അടുക്കുമ്പോൾ അതൊക്കെ മറക്കാണ്, നീയൊക്കെ ഇങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് എക്സാം ഹാളിൽ ഇരുന്നിട്ട് അത് മറക്കാതെ എഴുതുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോട് കുറെ കൂട്ടുകാർ ചോദിച്ചു. ഒരു റിക്വസ്റ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ അത് പറയില്ല, അതിന് വേണ്ടിയിട്ടുള്ള 7 മെയിൻ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ പഠിക്കുന്നതും എങ്ങനെയാണെന്നും ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 1, ചൂസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റഡി. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട് നല്ലൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് റൂമിന് സജ്ജീകരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ പഠിക്കാനായിട്ട് ഒരു സ്ഥലം, ഒരു ചെറിയ റൂം ആണെങ്കിലും അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അധികം സമാധാനത്തോടുള്ള ഒരു സ്ഥലമായിരിക്കാം. നമുക്ക് കംഫർട്ടബിൾ ആയി, നമുക്ക് പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. അതാണ് ടിപ്പ് നമ്പർ 1. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അപ്പൊ ടിപ്പ് നമ്പർ 2, വിഷ്വലൈസിങ്. വിഷ്വലൈസിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. വിഷ്വലൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പഠിക്കുന്നത് എന്താണ് അത് മനസ്സിൽ കണ്ടു പഠിക്കും. മൂവി കാണുന്ന പോലെ നമ്മൾ അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അതെ മൂവി പോലെ അത് നമ്മള് മനസ്സില് അല്ലെങ്കിൽ മൈൻഡിൽ നമ്മളത് കാണാൻ ശ്രമിക്കും അല്ലെ. നമ്മളെല്ലാവരും അത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് പഠിത്തം യൂസ് ചെയ്തുകൂടാ? ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ടിപ്പ്, ഈ ഒരു ടിപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് പഠിച്ചെടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 4ാം ക്ലാസ്സിൽ പഠിച്ചെടുത്തതാണ് കേട്ടോ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെ നെയിംസ്: हिमाचल प्रदेश, पंजाब, हरियाणा, उत्तराखंड, उत्तर प्रदेश, बिहार, झारखंड, छत्तीसगढ़, बंगाल, ओडिशा, तेलंगाना, आंध्र प्रदेश, तमिलनाडु, केरल, कर्नाटक, गोवा, महाराष्ट्र, गुजरात, राजस्थान, मध्य प्रदेश, अरुणाचल प्रदेश, नागालैंड, मणिपुर, मिजोरम, त्रिपुര, മേഘാലയ, ആസാം, സിക്കിം. ഓക്കെ, ഇപ്പൊ 28 സംസ്ഥാനം ഞാൻ പറഞ്ഞെടുത്തു. ഇത് ഞാൻ വിഷ്വലൈസിംഗിലൂടെ പഠിച്ചതാണ്. അതായത് ഓരോ സംസ്ഥാനത്തിന്റെയും ഭൂപടം ഞാൻ ഇത് പഠിച്ചപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ഈ വിഷ്വലൈസിംഗ് ആണ് ഞാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ്. ഇനി അടുത്ത ടിപ്പ് നമ്പർ 3, മേക്ക് സ്മോൾ നോട്ട്സ്. ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു സമ്മറി ഒക്കെ സോഷ്യലോ ഒക്കെ വലിയൊരു സമ്മറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് തലയിൽ കയറില്ല എന്ന് വരാം. അപ്പൊ നമ്മൾ ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു ചെറിയ നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിന് കിട്ടുന്ന മെയിൻ പോയിന്റ്സ് നമ്മുടെ രീതിയിൽ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമ്മുടെ ഒരു ഭാഷയിൽ നമ്മൾ അത് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളത് എക്സാമിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് എഫക്റ്റീവ് ആണ്. അത് നിങ്ങൾക്ക് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, ടിപ്പ് നമ്പർ 3 നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയാണ്. എല്ലാം യൂസ്ഫുൾ ആണ് കേട്ടോ. ടിപ്പ് നമ്പർ 4, ഡിസ്കസ് ഓർ ടീച്ച് സമ്മൺ എൽസ്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഡിസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, രാത്രി പഠിച്ചു, അത് പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ് സംഭവം. നമ്മളിപ്പോൾ അത് ഓൺലൈനായിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ കുട്ടി പഠിച്ചത് നമുക്ക് ലഭിക്കും, നമ്മൾ പഠിച്ചത് ആ കുട്ടിക്ക് ലഭിക്കും. 2 പേർക്കാണ് അവിടെ ഗുണമുണ്ടാവുക. അപ്പൊ നമ്മളത് ഒരിക്കലും മറക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ടീച്ച് സമ്മൺ എൽസ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും എനിക്ക് എഫക്റ്റീവായി തോന്നിയ ഒരു ടിപ്പാണ് കേട്ടത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ ടീച്ചറാണ്. നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് അനിയനോ അനിയത്തിയോ ഉമ്മയോ ആരെങ്കിലും അല്ലെങ്കിൽ ഇവരൊന്നും നിന്നിരുന്നില്ല എന്ന് കരുതുക. അപ്പൊ നമ്മളൊരു പാവക്കുട്ടീനെ അവിടെ വെച്ചിട്ട് അതിന്റെ ബുക്കൊക്കെ കൊടുത്ത് പേരൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ ഇരുത്തുക. എന്നിട്ട് നമ്മള് ടീച്ചറാണ്, നമ്മൾക്ക് എന്തൊക്കെയാണ് അത് നമ്മുടെ സ്കൂളിൽ പഠിച്ചത് അതൊക്കെ നമ്മുടെ ടീച്ചറുടെ ഭാഗത്ത് തന്നെ അതിന് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റുഡന്റ് ആണ് മുമ്പിലിരിക്കുന്നത് എന്ന് കരുതി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ പാവക്കുട്ടീനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉമ്മാനെയാണ് ചെയ്തത്. 1ാം ക്ലാസ് മുതലേ ഞാൻ ചെയ്തു വരുന്ന ടിപ്പ് കൂടിയാണ്. അപ്പൊ എൻ്റെ ഉമ്മാനെ ഇരിക്കുമ്പോൾ എൻ്റെ കുറേ ഡൗട്ട്സുമായിട്ട് എൻ്റെ മുമ്പിൽ വരും. അപ്പൊ എനിക്ക് ആ ഡൗട്ട്സ് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ അതിനുവേണ്ടി കൂടുതലായിട്ട് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ടീച്ചറുടെ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം. എന്നാലേ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട്
ഞാൻ ആ ക്ലാസ് ഒക്കെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും മോസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ടിപ്പ് എഫക്റ്റീവ് ആണ്. ടിപ്പ് നമ്പർ 5, ക്രിയേറ്റ് ഗുഡ് സ്റ്റഡി ഷെഡ്യൂൾ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തുക. ചിലവർക്ക് രാത്രി പഠിച്ചാലായിരിക്കും മനസ്സിലാകുക, ചിലർക്ക് രാവിലെ പഠിച്ചാൽ, ചിലർക്ക് സ്കൂളിൽ തന്നെ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. എന്താ പറയാ, ചിലവർക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോ ടൈമിൽ പഠിക്കുന്നവരുണ്ട്. അവർക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്യുന്നുണ്ട്. ടോപ്പേഴ്സിനൊക്കെ സീക്രട്ട് ആണ് ഇത്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ടൈം, അവർക്ക് പഠിക്കാൻ യോജിച്ച ടൈം, കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി പഠിക്കുന്നവരാണ്, അപ്പോൾ തലയിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 6, മാസ്റ്റർ ന്യൂ മോർണിംഗ്സ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വരുന്ന ഒരു പേരാണ് വിച്ചിയോ എന്നുള്ളത്. നമ്മൾ LKG അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എക്സാംസിലൊക്കെ നമ്മൾ നമ്മുടെ മഴവില്ലിന്റെ കളേഴ്സ് കളിക്കുമ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞിരുന്ന ഒരു ടിപ്പായിരുന്നു വിച്ചിയോ എന്നുള്ളത് അല്ലേ. വയലറ്റ്, ഇൻഡിഗോ, അതിന്റെ കളേഴ്സ് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് കിട്ടാത്ത വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു വേർഡ് ഉണ്ടാക്കാം. അപ്പൊ നമ്മളത് എക്സാമിന് പോകുമ്പോൾ ആ ഒരു വേർഡ് തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ ഇതൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ടിപ്പ് നമ്പർ 7, ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം, പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം. നമ്മൾ സിനിമ കാണുമ്പോൾ അത് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടായിരിക്കും കാണുക അല്ലെ. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സിനിമയൊക്കെ തെരഞ്ഞെടുത്ത് കാണും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത ചില സബ്ജക്ട്സുകൾ ഉണ്ടാവും. മാത്സ്, സോഷ്യൽ, അങ്ങനെ കുറെ സബ്ജക്ട്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിച്ചു തുടങ്ങാം. അതാണ് എൻ്റെ ഫേവറേറ്റ് ബുക്ക്. എനിക്കതിൽ കൂടുതലായിട്ട് മനസ്സിലാവുന്ന ബുക്കാണ്. അതാണ് എൻ്റെ ഫ്രണ്ട്. എങ്ങനെ രീതിയിൽ നമ്മൾ അതിനെ നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം, എന്നിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എഫക്റ്റീവ് ആണ്. നിങ്ങൾ അപ്പോൾ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം. ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം. അത് മെയിൻ ടിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ 7 ടിപ്സ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടിപ്പ് തരാം, ഓർമ്മശക്തി വളരാൻ വേണ്ടിയിട്ടുള്ളതാണത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് രാവിലെ മുതൽ രാത്രി വരെ ചെയ്തു, അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ പഠിച്ചത് എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ ഒന്ന് രാത്രി റീതിങ് ചെയ്യാം. പഠിച്ചത് മാത്രമല്ല, നമ്മൾ അന്ന് ചെയ്തത് എല്ലാം നമ്മൾ റീതിങ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓർമ്മശക്തി വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കുറേ 7 ടിപ്സ് പറഞ്ഞു. ഇതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, എക്സ്ട്രാ ടിപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കുറെ ദിവസമായിട്ട് നമ്മളിങ്ങനെ പഠനത്തിന് പിന്നാലെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ക്ലാസ്, എവിടെ നോക്കിയാലും ക്ലാസ്, ഒന്നും തലയിൽ കയറുന്നില്ല. അപ്പൊ ഇനി ഞാൻ ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ചെറിയ മോട്ടീവ് ടിപ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ